നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സുവർണക്ഷേത്രം. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് സുവർണക്ഷേത്രമായിരുന്നു. അങ്ങനെ അവരുടെ ലക്ഷ്യം സാധിച്ചിരുന്നെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഇന്ത്യ അത് പ്രതിസന്ധിയിലാക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും ഈ സുവർണക്ഷേത്രം ഇതാദ്യമല്ല പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. പാകിസ്ഥാൻ്റെ ഉദ്ദേശം ഇപ്പോൾ പഹൽഗാമിൽ എന്തിനാണ് 26 പേരുടെ തുണി അഴിച്ച് അടിവസ്ത്രം വരെ അഴിച്ച് പരിശോധിച്ചത്? വളരെ കൃത്യമാണ്. മതം നോക്കി ആളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. എന്നിട്ട് കലിമ ചൊല്ലാൻ പറയുക. കലിമ ചൊല്ലാൻ അറിയില്ല, അപ്പോൾ കലിമ ചൊല്ലില്ല. അങ്ങനെയൊക്കെ ഉള്ളവരെ മനസ്സിലാക്കി കൃത്യമായിട്ട് അവർ വെടിവെച്ച് കൊന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്ത് ഒരു വലിയ അന്തഛിദ്രം ഉണ്ടാക്കാനാണ്, ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ ഈ വളരെ മതപരമായി വളരെ സെൻസിറ്റീവാണ്, വളരെ വൈകാരികമായി ഇടപെടുന്ന ഒരു കൂട്ടരാണ് ഈ സിഖുകാർ. ഈ സിഖിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഖേത്രി സിഖുണ്ട്, ജാട്ട് സിഖുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഈ ജാട്ട് സിഖൊക്കെ കുറച്ചുകൂടെ ആക്രമണോത്സുകമാണ്. എന്നുവെച്ചാൽ അടിക്കണ്ട, ഒന്ന് ചിറഞ്ഞ് നോക്കിയാൽ മതി, അവർ എന്താ എന്ന് ചോദിച്ചു വരും. ഈ ഖേത്രി സിഖ് കുറച്ചുകൂടെ ആത്മീയമായിട്ട്, സിഖ് മതത്തിൻ്റെ ആത്മീയ വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കുറച്ചുകൂടെ സമാധാനകാംക്ഷികളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സിഖുകാരെ വളരെ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാൻ പറ്റും, പ്രകോപിപ്പിക്കാൻ പറ്റും. ആ പ്രകോപനമാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും ലക്ഷ്യമിടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പഞ്ചാബ് കേന്ദ്രീകരിച്ച്, അതായത് ഇന്ത്യയിലെ പഞ്ചാബും പാകിസ്ഥാനിലെ പഞ്ചാബും കൂടെ ചേർത്ത്, പാകിസ്ഥാനിലെ പഞ്ചാബിൽ വളരെ പ്രസിദ്ധമായൊരു സിഖ് ക്ഷേത്രമൊക്കെ ഉണ്ട്, അറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തുകൊണ്ടാണ് ഈ ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞൊരു വാദം. അതായത് പഞ്ചാബിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് പിടിക്കുക, ഇവിടുത്തെ പഞ്ചാബിനോട് ചേർക്കുക. ഇത് വളരെ പണ്ടും. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞത് ആ പഞ്ചാബും ഈ പഞ്ചാബും കൂടെ ചേർന്ന് ഒരു പുതിയ രാഷ്ട്രം രൂപീകരിക്കാം എന്നൊക്കെയാണ് മുന്നോട്ട് വെക്കുന്ന അജണ്ട. പക്ഷേ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ പഞ്ചാബിനെ കൂടെ സൂത്രത്തിൽ, കാശ്മീരിനെ തട്ടിയെടുത്ത് പാകിസ്ഥാൻ്റെ ഭാഗമാക്കുന്നതിനോടൊപ്പം പഞ്ചാബിനെയും ഭാഗമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തന്ത്രം അത് പാകിസ്ഥാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് വളരെ പണ്ട് മുതലേ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ സുവർണക്ഷേത്രം അവരുടെ ഒരു വലിയ ടാർഗറ്റാണ്. നമുക്കറിയാം, പണ്ട് ഭിന്ദ്രൻവാല ഈ വലിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കി, രാജ്യത്ത് വലിയ അന്തഛിദ്രവും കുഴപ്പങ്ങളും സംഘർഷവും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം പോയി ഒളിച്ചത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. സുവർണക്ഷേത്രത്തിലാണ്. ആ സുവർണക്ഷേത്രം തകർക്കാൻ വലിയ ശ്രമം പാകിസ്ഥാനിൽ നിന്നുണ്ടായി. പാകിസ്ഥാനിൽ നിന്ന് ലോഡ് കണക്കിന് ആയുധങ്ങളുമായിട്ട് ട്രക്കുകൾ വളരെ സമർത്ഥമായി അതിർത്തി കടന്ന് സുവർണക്ഷേത്രത്തിലേക്ക് എത്തി. പക്ഷേ അത് വഴിക്ക് വെച്ച് അന്നത്തെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉയർന്ന ഉദ്യോഗം വഹിച്ചിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ വളരെ തന്ത്രപരമായിട്ട് ആ ട്രക്കുകൾ അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. അങ്ങനെ തട്ടിയെടുത്തത് കൊണ്ടാണ് ആയുധങ്ങൾ, എന്നിട്ട് പകരം ഈ പ്രയോഗക്ഷമമല്ലാത്ത, അതായത് ഉപയോഗിക്കാൻ കഴിയാത്ത ആയുധങ്ങളുണ്ട്. ഈ ഡമ്മി റൈഫിളുകളും ഡമ്മി യന്ത്രത്തോക്കുകളും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പരേഡിനും ഡ്രില്ലിനും ഒക്കെ ഉപയോഗിക്കുന്ന അത്തരം സാധനങ്ങൾ, പ്രദർശനത്തിനൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനത്തതാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് അവിടെ അത് വഹിച്ചുകൊണ്ടുള്ള ട്രക്കാണ് അവിടെ എത്തിയത്. അപ്പോൾ അവർക്കത് ഇതിനകത്ത് ഒളിച്ചിരുന്ന ഖാലിസ്ഥാൻ വാദികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഭിന്ദ്രൻവാലയെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ, നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമ്മളൊരു ഓപ്പറേഷൻ നടത്തുന്നു. കൃത്യമായിട്ടും സുവർണക്ഷേത്രത്തിനകത്ത് ഒളിച്ചിരുന്ന ഭീകരരെ മുഴുവനും അമർച്ച ചെയ്യുന്നു, അവരെ ഭിന്ദ്രൻവാലയെ വധിക്കുന്നു. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നത് ചെയ്ത ആ ഉദ്യോഗസ്ഥൻ്റെ പേര് അജിത് ഡോവൽ എന്നാണ്. അപ്പോൾ ആ അജിത് ഡോവൽ അന്ന് മുതലേ, ഇത് 40 വർഷം മുമ്പ് നടന്ന കഥയാണ് ഞാൻ പറയുന്നത്. അന്ന് തൊട്ടേ ചരിത്രമാണ് ഞാൻ പറയുന്നത്. അന്ന് തൊട്ടേ ഈ അജിത് ഡോവലിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ, നമ്മളൊരു അജിത് ഡോവലിനെ മാത്രമേ അറിയുന്നുള്ളൂ, പക്ഷെ അനേകം ഡോവലുമാർ ഈ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലുണ്ട്. അതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ പാകിസ്ഥാനിലെ അജ്ഞാതൻ്റെ വിളയാട്ടം. കഴിഞ്ഞ ദിവസവും വളരെ പ്രധാനപ്പെട്ട നേപ്പാളിൽ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡറായിരുന്ന വിനോദ് കുമാർ എന്ന പേരിൽ ഒളിച്ചു താമസിച്ചിരുന്ന ഒരാൾ തിരികെ പാകിസ്ഥാനിലെത്തിയ സെയ്ഫുള്ള ഖാലിദ് എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ഭീകരൻ കൊല്ലപ്പെട്ടു. അജ്ഞാതൻ്റെ ആക്രമണമാണ്.
അജ്ഞാതൻ വളരെ കൃത്യമായിട്ട് വീട്ടിന് പുറത്തിറങ്ങി അയാളെ. പണ്ടുകാലത്ത് ഭീകരർക്ക് ഒളിച്ച് താമസിക്കാൻ പറ്റിയ പ്രധാന ഇടമായിരുന്നു പാകിസ്ഥാൻ. അത് ബില്ലാദിൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന നേതാക്കളും ഒളിച്ചു താമസിച്ചതാണ്. ഇപ്പോൾ പക്ഷെ 2014 ശേഷം അത് മാറി. ഏറ്റവും അരക്ഷിതമായ ഒരു താവളമാണ് പാകിസ്ഥാൻ എന്ന് ഇപ്പോൾ അങ്ങനെ മാറി. പല ഭീകരവാദികളും ബംഗറിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. ബംഗറിന് പുറത്ത് വരുന്നില്ല. ഹാഫിസ് സയ്യിദ് ഇടയ്ക്ക് ഒരു പരസ്യമായിട്ടൊരു വേദിയിൽ വന്ന് വലിയ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയൊക്കെ പ്രസംഗിച്ചിട്ട് പോയി. പക്ഷെ ഇപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. വയറ്റിനൊക്കെ വെടിയേറ്റെന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം 3 അജ്ഞാതരാണ്, ഒന്നല്ല 3 പേരാണ് എത്തി ഈ സെയ്ഫുള്ള ഖാലിദിനെ വധിച്ചത്. അപ്പോൾ അതുപോലെ ഈ സുവർണക്ഷേത്രം അവർ മുമ്പും ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പാകിസ്ഥാൻ്റെ എക്കാലത്തെയും ഒരു ടാർഗറ്റാണ് ഈ സുവർണക്ഷേത്രം. അതുപോലെ തന്നെ കാശ്മീരിലെ ഹസ്രത് ബാൽ പള്ളി. ഹസ്രത് ബാൽ പള്ളിയിൽ പണ്ട് തീവ്രവാദികൾ കയറി ഒളിക്കുകയും അത് ആക്രമിക്കാൻ നീക്കം നടത്തുകയൊക്കെ ചെയ്തത് നമുക്കറിയാം. അതൊക്കെ പട്ടാളം തകർത്തു, അവരെ പിന്നീട് പിടികൂടി. അതൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് പ്രധാന നമ്മുടെ ആരാധനാലയങ്ങൾ, അത് ഇസ്ലാമിൻ്റെ ആകട്ടെ, സിഖ് മതത്തിൻ്റെ ആകട്ടെ, ബൗദ്ധരുടേതാകട്ടെ, ജൈനരുടേതാകട്ടെ, ഹിന്ദുക്കളുടേതാകട്ടെ, ക്രിസ്ത്യാനികളുടേതാകട്ടെ. അതോടൊപ്പം ഈ ജമ്മു കാശ്മീരിലെ വൈഷ്ണോ ദേവി ടെമ്പിൾ ഉൾപ്പെടെയുള്ള ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ, ഈ അമർനാഥ് തീർത്ഥാടനം അട്ടിമറിക്കാൻ എല്ലാ ശ്രമങ്ങളും എല്ലാ കാലത്തും പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് രാജ്യത്തൊരു അന്ധചിത്രം ഉണ്ടാക്കാനാണ്. ജനങ്ങൾ തമ്മിൽ മതത്തിൻ്റെ പേരിൽ, ആരാധനയുടെ പേരിൽ, പ്രാർത്ഥനയുടെ പേരിലൊക്കെ ഏറ്റുമുട്ടുക, അവരെ തമ്മിലടിപ്പിക്കുക, ഇതാണ്. എന്നാൽ ഈ സിഖുകാരെ ഏതെങ്കിലും വിധത്തിൽ പ്രകോപിപ്പിച്ചാൽ, അവർ കളത്തിലിറങ്ങിയാൽ അതൊരു സിഖ് മുസ്ലിം കലാപത്തിലേക്ക് അത് പോകും. ഇവിടെ തന്നെ ഈ 26 പേരെ കൊലപ്പെടുത്തിയതിലൂടെ വളരെ കൃത്യമായിട്ടൊരു ഹിന്ദു മുസ്ലിം കലാപമാണ് അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെ വിവേകത്തോടുകൂടി, അങ്ങേയറ്റം അവധാനതയോടുകൂടി അത് കൈകാര്യം ചെയ്തു. അവർ ആരാണ് യഥാർത്ഥ ശത്രു എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഭീകരതയ്ക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുത്തു. നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് പലതും പറയുമെങ്കിലും ആത്യന്തികമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചില അപസ്വരങ്ങളൊക്കെ ഉയർന്നെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് ഒരു ഇല പോലും അത് ആ ഭീകരന്മാർ, പാക് ഭീകരന്മാർ ഉദ്ദേശിച്ചതുപോലെ ഒരില പോലും അനങ്ങിയില്ല. എന്നും മാത്രമല്ല, രാജ്യത്തെ ഈ ഹിന്ദു മുസ്ലിം കലാപം ലക്ഷ്യമിട്ടവർക്ക് തെറ്റിപ്പോയതാണ്. മുസ്ലിങ്ങൾ ഒന്നടങ്കം സൈന്യത്തിനൊപ്പം, അവർ രാഷ്ട്രീയമായിട്ട് BJPയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ എതിർത്തേക്കാം, പക്ഷേ അവർ സൈന്യത്തിനൊപ്പം അടിയുറച്ച് നിന്നു എന്നുള്ളതാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ഒവൈസിയുടെ വാക്കുകളാണ്. ഒവൈസി നഖശികാന്തം മോദിയെയും BJPയെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ ഒവൈസി പോലും ഞാൻ സൈന്യത്തിനൊപ്പമാണ്, ഞങ്ങൾ സൈന്യത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. വലിയ വെല്ലുവിളി ഹിന്ദുക്കൾക്കെതിരെ എപ്പോഴും ഉയർത്തുന്നയാളാണ്, കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്നയാളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ ഒവൈസി പോലും ഇന്നിതാ പ്രതിനിധി സംഘത്തോടൊപ്പം വിദേശത്ത് പോയി ഇന്ത്യൻ നിലപാട് പറയാൻ ഉള്ള സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ആ ഒവൈസി പോലും. അപ്പോൾ എന്തായാലും സുവർണക്ഷേത്രം ലക്ഷ്യമിട്ടത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ്. അത് തകർക്കുക എന്ന് തന്നെയാണ്. അത് തകർത്ത് അതിലൂടെ ഉണ്ടാക്കുന്ന ഒരു വലിയ കലാപം, അതാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. പക്ഷേ അതിൻ്റെ മുനയൊടിക്കാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചു, നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിച്ചു. സുവർണക്ഷേത്രം മാത്രമല്ല, രാജ്യത്തെ ഒരു ആരാധനാലയങ്ങളും, അത് ക്ഷേത്രമാകട്ടെ, മസ്ജിദാകട്ടെ, ക്രിസ്ത്യൻ പള്ളിയാകട്ടെ, ബൗദ്ധ, ജൈന, സിഖ് ഗുരുദ്വാരകളൊക്കെ ആകട്ടെ, ഏതാണെങ്കിലും ശരി, ഇന്ത്യൻ സൈന്യത്തിൻ്റെ സംരക്ഷണയിൽ അതിനൊരു കേടുപാടും ഉണ്ടാകില്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് തെളിയിക്കാൻ സാധിച്ചു. പാകിസ്ഥാൻ്റെ ഈ വലിയ ഒരു ദുരന്തം, നമ്മുടെ രാജ്യത്തൊരു ദുരന്തമുണ്ടാക്കാനുള്ള ശ്രമം പരിപൂർണമായിട്ടും പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യത്തിനും നമ്മുടെ സംവിധാനത്തിനും സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട നേട്ടം.